കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തമിഴ്നാട്ടിൽ സ്വഭാവദൂഷ്യം കാരണം റീലൊക്കേറ്റ് ചെയ്ത 2 കാട്ടാനകൾ ചെരിഞ്ഞ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് തമിഴ്നാട് വനംവകുപ്പ്. നീലഗിരിയിൽ 12ഓളം ആൾക്കാരെ കൊലപ്പെടുത്തിയ രാധാകൃഷ്ണൻ എന്ന ആനയും കോയമ്പത്തൂരിൽ 4ഓളം ആൾക്കാരെ കൊലപ്പെടുത്തിയ റോളക്സ് എന്ന കൊമ്പനുമാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് ആനകളുടെ മരണത്തെപ്പറ്റി വിശദമായ ഒരു അന്വേഷണത്തിന് തമിഴ്നാട് വനംവകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിലെ കളക്കാട് മുണ്ടൻതുറ കടുവ സങ്കേതത്തിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ റോളക്സ് എന്ന കൊമ്പന്റെ മരണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് തമിഴ്നാട് വനംവകുപ്പ്. ഇതിന് കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സമാനമായ രീതിയിൽ 2 കാട്ടാനകളെയാണ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇതിനാദ്യത്തേത് നീലഗിരിയിൽ നിന്ന് പിടികൂടിയ രാധാകൃഷ്ണൻ എന്ന ആനയെയും കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടിയ റോളക്സ് എന്ന കൊമ്പനെയുമാണ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ മാസമാണ് തമിഴ്നാട്ടിലെ നീലഗിരിയിൽ 12ഓളം ആൾക്കാരെ കൊലപ്പെടുത്തിയ രാധാകൃഷ്ണൻ എന്ന ആനയെ മയക്കുപിടി വെച്ച് പിടികൂടി തമിഴ്നാട്ടിലെ ആനമല കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ടത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സമാനമായ രീതിയിൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ 4ഓളം ആൾക്കാരെ കൊലപ്പെടുത്തിയ റോളക്സ് എന്ന കൊമ്പനെ മയക്കുപിടി വെച്ച് പിടികൂടി കളക്കാട് മുണ്ടൻതുറ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ടിരുന്നു. ഏകദേശം 15 ദിവസങ്ങൾക്ക് ശേഷം ഈ ആനയെ അവിടെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഒരാഴ്ചക്കിടയിൽ റീലൊക്കേറ്റ് ചെയ്യപ്പെട്ട 2 കാട്ടാനകൾ സമാനമായ രീതിയിൽ ചെരിഞ്ഞത് മയക്കുപിടിയുടെ പാർശ്വഫലങ്ങൾ കൊണ്ടാണ് എന്ന സംശയമുള്ളതിനാലാണ് ആനകളുടെ മരണത്തെപ്പറ്റി വിശദമായ അന്വേഷണത്തിന് തമിഴ്നാട് വനംവകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. എന്നാൽ പിടികൂടിയ ആനകളെ നേരിട്ട് പുതിയ വനമേഖലയിൽ തുറന്നുവിടാതെ അവരെ ആനക്കൂട്ടിൽ നിർത്തി അവരുടെ ആരോഗ്യം പരിശോധിച്ച ശേഷമാണ് ആനകളെ പുതിയ കാട്ടിൽ തുറന്നുവിട്ടത് എന്നതാണ് തമിഴ്നാട് വനംവകുപ്പിന്റെ വാദം.